പെൺകുട്ടികളുടെ ചേഷ്ടകളും അവരുടെ മാനസങ്ങളും ഒക്കെ നമ്മൾ വളരെയധികം നോട്ട് ചെയ്തിട്ടുണ്ട് ചെറുപ്പം മുതല്. വാർത്തകൾ വായിക്കുന്നത് ഷൈൻ ടോം ചാക്കോ. നമ്മളെ കുറിച്ച് കുറെ വാർത്ത വായിച്ചല്ലേ ഇവര്. ഭ്രാന്ത് വേണം. ഭ്രാന്തുള്ളവനെ ഒരു അമ്മ ഇപ്പൊ നാണം പാടില്ല. പോയ അവസ്ഥ എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു അവസ്ഥയല്ല. അത് പറയില്ലടാ, അത് പറയാൻ വേണ്ടി ഇല്ലീഗലാ. ഒന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ അതങ്ങ് എഴുതിയെടുത്തുകൂടായിരുന്നു. എന്തിനു വെറുതെ? എനിക്ക് പെൺകുട്ടികൾ ഭയങ്കര ഇഷ്ടമാണ്. ആൺകുട്ടികളും ഇഷ്ടമാണോ? പിന്നില്ലേ. ചേട്ടൻ എപ്പോഴും ഭയങ്കര ഇങ്ങനെ ജോളി ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്ന. അല്ലല്ലോ, ഞാൻ ചെയ്തു പറയണ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. പട്ടാണെന്ന് മനസ്സിലായില്ലേ? ഷൈൻ ചേട്ടൻ വാർത്ത വായിക്കുന്നുണ്ടായിരുന്നു. അതായത് വാർത്തകൾ വായിക്കുന്നത് ഷൈൻ ടോം ചാക്കോ എന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ടു. ഭയങ്കര രസമായിട്ടാ ചേട്ടൻ വാർത്ത വായിച്ചത്. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അഭിനയിക്കുന്ന പോലെ അല്ലല്ലോ വാർത്ത വായിക്കുന്നത്. അങ്ങനെയല്ല, അതായത് തെറ്റാൻ പാടില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ നമ്മുടെ ടെൻഷൻ. പക്ഷെ ഇത് മുന്നിൽ ഇങ്ങനെ വരും, നമ്മുടെ നേരെ മുന്നിൽ ഇങ്ങനെ വരും. തിരുവോണനാളില് ഇങ്ങനെ പാലക്കാട് ഇങ്ങനെ. പക്ഷെ നമുക്ക് ചില വാക്കുകൾ ചില സമയങ്ങളിൽ നമ്മൾ തുടക്കത്തിൽ കാണുമ്പോൾ അതാണെന്ന് വിചാരിച്ചിട്ട് പറയും. പക്ഷെ അതായിരിക്കില്ല ആ വാക്ക്, അല്ലേ? അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ അതാണ് തെറ്റുകൾ സംഭവിക്കുക. വാർത്ത വായിക്കുമ്പോഴാണ് തെറ്റുകൾ കണ്ടിട്ടില്ലേ? ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും നമ്മൾ വാർത്ത വായിക്കുന്ന സമയത്ത്. മൊത്തം നോക്കിയാണോ ചേട്ടൻ വായിച്ചത്? പക്ഷെ ചേട്ടൻ ന്യൂസ് വായിച്ചുകൊണ്ടിരുന്നപ്പോ തനിയെ കയ്യിൽ നിന്ന് വായിക്കുന്ന പോലെ തോന്നി. അല്ലല്ല, അത് മുന്നിൽ വരും. അങ്ങനത്തെ ക്യാമറയാണത്. ആ ക്യാമറയുടെ മുന്നിൽ ഒരു മോണിറ്റർ ഉണ്ടായിരിക്കും. അതിൽ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ ഇങ്ങനെ മെല്ലെ ഇങ്ങനെ പൊന്തി ഒരു ന്യൂസ് റീഡർ ആവണം എന്നൊക്കെ ആഗ്രഹിച്ചു. ഇല്ലല്ലോ, ഒരു തരത്തിലും ആഗ്രഹം ഉണ്ടായിരുന്നില്ലല്ലോ. ഇത് നമ്മുടെ ഹൈദരാലി ഉണ്ടാക്കിയ ഒരു പരിപാടിയാണ്. എനിക്ക് തോന്നുന്നു ഓണത്തിന്റെ സമയത്ത് ഇവർ കൂടുതൽ ബാറ്റ് കൊടുക്കണ്ടെന്നായിരുന്നു. അവർക്ക് അപ്പൊ ഒരു സിഗമെന്റ് ഇറങ്ങി താരങ്ങളെ കൊണ്ട് വാർത്ത വായിപ്പിക്കുക. ഒരുപാട് പേര് വായിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു 10 ദിവസം കഴിഞ്ഞ് കിട്ടിയാ 10 ദിവസം ലാഭമായ ഹൈദരാലിയുടെ. അതെ, നമ്മളെ കുറിച്ച് കുറെ വാർത്ത വായിച്ചല്ലേ ഇവര്. നമ്മളും പോയിട്ടൊന്ന് വായിക്കാൻ. ഓക്കെ, ഇതിഹാസ മൂവിയില് ഒരു പെണ്ണിന്റെ ഒരു കഥാപാത്രമായി ചെയ്തല്ലോ. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? എന്നുവെച്ചാൽ ഒരു പെൺകുട്ടി ആവുമ്പോ എങ്ങനെയായിരിക്കണം എന്നൊക്കെ ചേട്ടൻ ഫേസ് ചെയ്തല്ലോ ആ ഒരു സിനിമയില്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു സിനിമയിൽ? ഭയങ്കര ചമ്മലാണ് പെൺകുട്ടിയായിട്ട് അഭിനയിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ പെൺകുട്ടികൾക്ക് ആൺകുട്ടി അഭിനയിക്കാൻ അത്രയ്ക്കും ചമ്മലുണ്ടാവില്ല. പക്ഷെ ഞാൻ സംബന്ധിച്ച് പെൺകുട്ടികളുടെ ചേഷ്ടകളും അവരുടെ മാനസങ്ങളും ഒക്കെ നമ്മൾ വളരെയധികം നോട്ട് ചെയ്തിട്ടുണ്ട് ചെറുപ്പം മുതല്. അതുകൊണ്ട് ഭയങ്കര ഈസി ആയിരുന്നു. വളരെയധികം നോട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് പെൺകുട്ടികൾ ഭയങ്കര ഇഷ്ടമാണ്. ആൺകുട്ടികളും ഇഷ്ടമാണോ? പിന്നല്ലേ. അപ്പൊ പെൺകുട്ടിയായിട്ടിരിക്കാനാണോ ആൺകുട്ടിയായിട്ടിരിക്കാൻ? അതല്ല, ശരിക്കും ഒരു പെൺകുട്ടിയായിട്ടും ഒരു ഇതിൽ ചെയ്തല്ലോ. അപ്പൊ ഏതാ കുറച്ചുകൂടെ പാട് പെൺകുട്ടിയായിട്ടാണല്ലേ. നമ്മൾ ഇരിക്കുമ്പോഴും അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോഴും ആണ് കൂടുതൽ പെൺകുട്ടികൾ ശ്രദ്ധിക്കുന്നത് അല്ലെങ്കിൽ കോൺഷ്യസ് ആവുന്നത്. ആൺകുട്ടികളെ പോലെ അവർക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് എഴുന്നേക്കാൻ ഇരിക്കാനും പറ്റില്ല. അപ്പൊ അതിനുവേണ്ടി എന്തൊക്കെ പ്രിപ്പറേഷൻ? ഒന്നുമില്ല. ഞാൻ പറഞ്ഞു, ചെറുപ്പം മുതൽ പെൺകുട്ടികൾ വളരെ നിരീക്ഷിക്കുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് എളുപ്പമായിരുന്നു. ഓക്കെ, ചേട്ടൻ എപ്പോഴും ഭയങ്കര ഇങ്ങനെ ജോളി ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്ന. അല്ലല്ലോ, ഞാൻ ചെയ്തു പറയണ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും കൂടുതലും ഭയങ്കര ജോളി ആയിട്ടിരിക്കുന്ന ആളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ജോലി മക്കളല്ലേ? ഓക്കെ, അപ്പൊ എന്താ ചേട്ടാ അതിന്റെ ഒരു സീക്രട്ട് എന്താ? പറയില്ലടാ, അത് പറയാൻ പറ്റില്ല, ഇല്ലീഗലാ. അതെന്താ ചേട്ടാ? ഞാൻ ഇങ്ങനെ ജോലി ഒന്നുമല്ല ഫുൾ ടൈം. ഇത് ഇങ്ങനെ ഇന്റർവ്യൂവിന് വരുമ്പോൾ നമ്മൾ കുറച്ച് ജോലിയായിട്ട് ഇരിക്കുന്നോ. അല്ല, ഞാനിപ്പോ രാവിലെ വന്നപ്പോ തൊട്ടേ ചേട്ടന്റെ ആ ഒരു ഇത് കണ്ടപ്പോ എന്റെ ടെൻഷൻ കുറച്ച് മാറിയത്. പട്ടാണെന്ന് മനസ്സിലായില്ലേ? ഓക്കെ, ഒരു ആക്ടറിന് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? അത്യാവശ്യം നല്ല പ്രാന്ത്. പ്രാന്ത് വേണോ? പ്രാന്ത് വേണം.
ഭ്രാന്തുള്ളവനെ ഒരു ഇപ്പൊ നാണം പാടില്ല. നാണത്തിനെയാണ് നമ്മൾ ഓവർകം ചെയ്യേണ്ടത് എപ്പോഴും. കാരണം അതാണല്ലോ എല്ലായിടത്തും പ്രശ്നം. നമുക്ക് ഇവിടെ ഒരു ശബ്ദമുണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ നമ്മൾ ഏറ്റവും ഇപ്പൊ ഒരു പെട്ടെന്നൊരു സദസ്സിലേക്ക് കയറി നമ്മളിതൊന്നും ചെയ്യില്ലല്ലോ. അപ്പോൾ നാണമില്ലായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനമില്ലായ്മയല്ല, അത് ഈ പറഞ്ഞ പോലെ സ്ഥലവുമായിട്ട് പരിചിതമാവണം നമ്മൾ എപ്പോഴും. ഒരു ആക്ടർ എവിടെ ചെന്നാലും അത് തൻ്റെ വീടാണെന്ന് വിചാരിക്കുക, മനസ്സിലായി? ബോക്സിങ് ഇപ്പം നമ്മുടെ ഫർഹാൻ അക്തറിന്റെ ബോക്സിംഗ് പടം കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടായിരുന്നു. തൂഫാൻ കണ്ടിരുന്നു. അതിലൊരു ബോക്സിംഗ് കോച്ച് പറയുന്നുണ്ട് ഫർഹാൻ അക്തറിന്റെ ബോക്സിംഗ് റിംഗ് കാണിച്ചിട്ട്, ദിസ് ഈസ് യുവർ ഹോം, ഇതിന്റെ മുക്കും മൂലയും നിനക്ക് വളരെയധികം പരിചിതമാണ്, മനസ്സിലായ? ഇരുട്ടത്ത് പോലും. അപ്പൊ നിനക്ക് ഈസി ആവും അത്. അപ്പൊ നമ്മൾ ഒരു ആക്ടർ എവിടെ ചെന്നാലും അത് തൻ്റെ വീടാണ്, തൻ്റെ മുറിയാണെന്ന് ആ രീതിയിൽ റിലാക്സ്ഡ് ആവണം, കംഫർട്ട് ആവണം. അപ്പോൾ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിനെ കിളിപോയ അവസ്ഥയിലാവും. കിളിപോയ അവസ്ഥ എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ളൊരു അവസ്ഥയല്ല, മനസ്സിലായ? അതായത് കിളിപോയ അവസ്ഥ എന്ന് പറഞ്ഞാൽ പ്രാന്താണല്ലോ, നേരത്തെ പറഞ്ഞ പോലെ. ആ പ്രാന്ത് അത്യാവശ്യത്തിന് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് നാണം ഉണ്ടാവില്ല. നാണം മാറണം. അപ്പൊ ആ സ്ഥലവുമായി പരിചിതമാവണം. ആ സ്ഥലവുമായി പരിചിതമായി കഴിഞ്ഞാൽ നിനക്ക് അവിടെ സർക്കസ് കളിക്കാം. പിന്നെ താളലയം, അത് പിന്നെ ഉണ്ടെങ്കിൽ വളരെയധികം ഹെൽപ്പ് ചെയ്യും ആക്ടറിനെ. താളവും ലയവും ഉണ്ടായി കഴിഞ്ഞാൽ. താളവും ലയവും ഇല്ലാത്ത ആക്ടറിനെ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ഫ്ലെക്സിബിലിറ്റി ഇല്ല എന്ന് പറയില്ലേ നമ്മള്? ചിലവര് നല്ല ഫ്ലെക്സിബിൾ ആണെന്ന് പറയല്ലോ, അതാണ് ഈ താളലയത്തിന്റെ. ചേട്ടൻ ഈ മൂവി ഫീൽഡിലേക്ക് വന്നതിന് മുന്നേ എന്താ ചെയ്തോണ്ടിരുന്നത്? പ്ലസ് ടു. ബികോം പഠിച്ചില്ലേ ചേട്ടൻ? ബികോമിന് വെറുതെ പോയി 10-16 പേപ്പർ കിട്ടാണ്ട്. ആണോ? കംപ്ലീറ്റ് ചെയ്തില്ല? കംപ്ലീറ്റ് ചെയ്യാൻ ആകെ 17 പേപ്പർ ഉള്ളൂ ഡിഗ്രിക്ക്. ഒന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ അതങ്ങ് എഴുതിയെടുത്തുകൂടായിരുന്നു. എന്തിനു വെറുതെ? വേണ്ട, എല്ലാവരും വെറുതെ ഡിഗ്രി പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. പ്ലസ് ടു വരെയാണ് ബേസിക് പഠനം. അതിനുശേഷം നമ്മൾ എന്താണോ ചെയ്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് അതാണ് പഠിക്കേണ്ടത്. പ്രൊഫഷണലായിട്ട് പ്രൊഫഷണൽ സ്റ്റഡീസ് എന്നാ പറയാ ഡിഗ്രീനെ, അല്ലേ? വെറുതെ എല്ലാവരും ഡിഗ്രി ചെയ്യണ്ടതില്ല. അപ്പൊ കോളേജിൽ പിന്നെ നേരെ സിനിമയിലേക്കാണ് കേറി? കോളേജിലല്ല, സ്കൂളിൽ നിന്ന് സിനിമയിലേക്ക് കയറി. അപ്പൊ ചേട്ടൻ പണ്ട് മുതലേ ഉണ്ടായിരുന്നു ഇങ്ങനെ അഭിനയിക്കണം എന്നുള്ളൊരു ആഗ്രഹം? പണ്ട് മുതലല്ലേ ആഗ്രഹങ്ങൾ ഉണ്ടാവുക എന്താവണം എന്നുള്ളത്, അല്ലാതെ ഡിഗ്രിക്ക് എത്തിയിട്ടല്ല ആഗ്രഹം ഉണ്ടാവേണ്ടത്. ഇന്ന് ഇവിടെ ഇങ്ങനെ ഇത്രയും വലിയൊരു ആക്ടർ ആയിട്ട് എത്തി നിൽക്കുന്നതൊക്കെ ഇത്ര വലിയ ആക്ടർ? ചേട്ടൻ ഭയങ്കര നല്ല ആക്ടറാ. അത് നിങ്ങൾക്കല്ലേ, എനിക്ക് അത്ര വലിയ ആക്ടർ തോന്നുന്നില്ല. ഇനി എങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യണം? അങ്ങനെയില്ല, എല്ലാ ക്യാരക്ടേഴ്സും ചെയ്യണം. എല്ലാം ചെയ്യണം. ഓക്കെ. ചേട്ടന്റെ അതായത് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡൊക്കെ എങ്ങനത്തെ? ഫുഡ് ഇൻട്രസ്റ്റിംഗ് അല്ല, ഇഷ്ടമല്ല. എന്നാലും കൂടുതൽ കഴിക്കാൻ ഇഷ്ടമുള്ളത് എന്തൊക്കെയാ? കഴിക്കാൻ അധികം ഇഷ്ടമല്ല. ഫുഡ് ട്രിപ്പർ അല്ല അല്ല, സമുദ്ര ട്രിപ്പിംഗ്. ഓക്കെ. ഈ സെലിബ്രിറ്റീസ് ഒക്കെ കൂടുതലും ഈ ഡയറ്റും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകളല്ലേ? ചേട്ടൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ? അതാണ് അവരുടെ ഫുഡ് എനിക്ക് താല്പര്യമില്ല, പിന്നെ ഡയറ്റിന്റെ കാര്യം. ഓക്കെ. അപ്പൊ വർക്ക്ഔട്ട് ഒക്കെ എങ്ങനെയാ പോകുന്നത്? അപ്പൊ പിന്നെ അങ്ങനെ വർക്ക്ഔട്ട് ചെയ്യണ്ടല്ലോ. ഓക്കെ. ഈ ഇത്രയും എനർജറ്റിക് ആയിട്ടുള്ള ഒരാൾ ഈ കോവിഡിന്റെ സമയത്തൊക്കെ അടങ്ങിയിരുന്നോ? ഇല്ല. കോവിഡിനെ കൊല്ലാൻ നടക്കുകയായിരുന്നു ഞാൻ രാത്രി. രാത്രി അത് ആ ഒരു സമയമൊക്കെ എങ്ങനെയാ ഫേസ് ചെയ്തേ? അപ്പൊ എങ്ങനെ ഫേസ് ചെയ്യാൻ? പേടിച്ചിട്ടാണ്. കോവിഡ് വന്നിട്ട് എന്താ ചെയ്യാന്ന് അറിയില്ലല്ലോ. ആ സമയത്ത് അപ്പൊ സിനിമയൊക്കെ ഉണ്ടായിരുന്നില്ലേ? സിനിമ പകല് കാണാൻ, രാത്രി കൊല്ലാടക്കണ്ടേ? വേണ്ടേ? ഓക്കെ. അപ്പൊ ഇതെന്ത് തലോണം പിടിച്ചിട്ട് കല്യാണത്തിന് അപ്പൊ കോവിഡിന്റെ സമയത്ത് അടങ്ങിയിരുന്നു അല്ലേ? അടങ്ങിയിരുന്നു. എങ്ങനെയാ ഈ കോവിഡിനെ എങ്ങനെയാ ചേട്ടൻ കാണുന്നത്? ആർക്കും കാണാൻ പറ്റില്ല. വരണ്ടായിരുന്നു എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ചേട്ടൻ കരിയറിൽ അത് എഫക്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഈ ചിത്രം തന്നെ ഉണ്ടായത് കോവിഡ് കാരണം. എങ്ങനെയാ മനസ്സിലായ? ഇതിന്റെ പ്രൊഡ്യൂസർ ആരാ? DDRCയുടെ മുതലാളി.
PDRC എന്താണെന്നറിയോ? ആ എന്താണ്? എന്താ